ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ജാവാ സ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക എന്നുള്ളതും, അതുമാത്രമല്ല നമ്മൾ ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ജാവാ സ്ക്രിപ്റ്റിൽ എഴുതാൻ പറ്റും. നമ്മൾ ജാവയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ഒരു ഇഫ് കണ്ടീഷൻ വെച്ച് നമുക്ക് കണ്ടീഷൻ എഴുതുന്നത് പോലെ തന്നെ ഇതിലും നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് എഴുതാനും പറ്റും. അതല്ലാത്ത വേറൊരു മെത്തഡും കൂടിയുണ്ട്, അതിന് പറയുന്നതാണ് ടെർണറി ഓപ്പറേറ്റർ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെർണറി ഓപ്പറേറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ടെർണറി ഓപ്പറേറ്റർ എന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ എന്താ നോർമലി ഒരു ഇഫ് കണ്ടീഷൻ വെച്ചിട്ടാണ് ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്, ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ അതിനെ ഒന്നും കൂടി എളുപ്പമാക്കി നമുക്ക് ഒറ്റ ലൈനിൽ എന്ത് ചെയ്യാം, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഒരു കോഡ് എഴുതാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പ് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതുക എന്നുള്ളത്, ഇഫ് കണ്ടീഷൻ വെച്ച് എങ്ങനെ എഴുതുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, ജാവാ സ്ക്രിപ്റ്റിൽ ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഒരു JS ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ JS ഫയലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണ്ടീഷൻ എഴുതാം. ഫോർ എക്സാമ്പിൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതും അതുപോലെ തന്നെ വേരിയബിൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ ഇതും മനസ്സിലാക്കുക. ലെറ്റ് എന്നുള്ള ഒരു വേരിയബിൾ നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലെറ്റ് നിട്ടു. ലെറ്റ് എന്താ, ലെറ്റിൻ്റെ സ്കോപ്പ് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ ഞാനൊരു വേരിയബിൾ നെയിം കൊടുക്കുന്നു, ഇസ് ട്രൂ എന്നുള്ളത് ഒരു വേരിയബിൾ ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതൊരു ട്രൂ ആക്കി മാറ്റുന്നു. ഓക്കെ, ട്രൂ ആക്കി മാറ്റുന്നു. ഇല്ലെങ്കിൽ ഞാനൊരു ട്രൂ എന്നുള്ള ബൂളിയൻ വാല്യൂ കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ നിങ്ങൾ അങ്ങനെ കരുതുക, ഒരു ബൂളിയൻ വാല്യൂ ഞാൻ കൊടുക്കും. അപ്പോൾ ഈസ് ട്രൂ ഈക്വൽ ആണോ എന്നാണ് ഞാൻ ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഈക്വൽ ആണെങ്കിൽ, എന്തിനോട് ഈക്വൽ ആണെങ്കിൽ, ട്രൂവിനോട് ഈക്വൽ ആണെങ്കിൽ, അതായത് ഇസ് ട്രൂവിൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ, ഞാൻ ഡബിൾ ഈക്വൽ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അസൈനേഷൻ, അതായത് രണ്ട് അസൈൻ ഇടുമ്പോൾ എന്ത് ഈക്വൽ ആണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എവിടെ പറഞ്ഞിട്ടുണ്ട്, ബേസിക് കോഡിംഗ് ചാലഞ്ചിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് അത് കാണണം. കാരണം എന്താ വെച്ചാൽ വളരെ ഉപകാരപ്പെട്ട ക്ലാസ്സസ് ആണ് അത്. കാരണം എന്താ വെച്ചാൽ ബേസിക് അറിയാത്ത ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്ന് അറിയാത്തവർക്ക് പോലും അത് പഠിച്ചെടുത്ത് എന്ത് ചെയ്യാം, അടുത്ത ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്യാനും പിന്നെ നിങ്ങളെ കരിയർ, IT കരിയർ നിങ്ങൾക്ക് തുടങ്ങാനും പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, മസ്റ്റായിട്ട് അത് കാണണം. എന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യുന്നത് എന്താ, ഇസ് ട്രൂ ഈക്വൽ ടു ട്രൂ ആണോ എന്ന്. അപ്പോൾ ഇസ്റ്റുൻ്റെ വാല്യൂ എന്താ, ട്രൂ ആണ്. ട്രൂ, അപ്പോൾ ട്രൂ എന്നുള്ളത് ഈക്വൽ ആണ് അല്ലേ, ഈക്വൽ ആണെങ്കിൽ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, console.logൽ ഞാൻ പ്രിൻ്റ് ചെയ്യുന്നത്, console.logൽ ഞാൻ എന്ത് പറയുന്നു, ദിസ് കണ്ടീഷൻ ട്രൂ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ട്രൂ. ഇനി അതല്ല, ട്രൂ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് വേറെ മെസ്സേജ് എന്ത് പാസ് ചെയ്യണം. അതിൽ എൽസിലാണ്, അതായത് ഇഫ് കണ്ടീഷൻ ഞാൻ ചെക്ക് ചെയ്യും, ട്രൂ ഈക്വൽ ട്രൂ ആണോ. അല്ലാത്ത കേസിൽ നമുക്ക് എന്താണ്, എൽസ് കേസിൽ നമുക്ക് കൺസോളിൽ എന്ത് ചെയ്യും, console.logൽ ഞാൻ എന്ത് ചെയ്യുന്നു, ദിസ് കണ്ടീഷൻ ഫോൾസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ കൊടുക്കണം, ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ് കൊടുക്കേണ്ടത്, അത് മറക്കരുത്. ഓക്കെ, ഫോൾസ് ഞാൻ കൊടുത്തു, ഇവിടെ കൊടുത്തു, സേവ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ ലൈവ് സെർവർ പോയിട്ട് റൺ ചെയ്താൽ മതി. ഓക്കെ, ഇത് ഞാൻ തൽക്കാലം ഇപ്പോൾ ഗൂഗിൾ ക്രോമിൽ എടുക്കുകയാണ്. ഓക്കെ, ക്രോമിലെടുത്ത് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യുമ്പോൾ ഇൻസ്പെക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിന് വേണ്ടി എന്ത് ചെയ്യുക, ഇൻസ്പെക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇൻസ്പെക്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കൺസോളിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. ഒന്നും കൂടി റൺ ചെയ്യുക. ഇവിടെ കണ്ടോ, ദിസ് കണ്ടീഷൻ ട്രൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇസ് ട്രൂ എന്നുള്ളത് ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ എന്ത് ചെയ്യണം, ഈ പറഞ്ഞതുപോലെ ദിസ് കണ്ടീഷൻ ട്രൂ എന്ന് കൊണ്ടുവരാം. കാരണം ട്രൂ ആണ്, അതുകൊണ്ടാണ് ദിസ് കണ്ടീഷൻ ട്രൂ. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നോട്ട് എന്ന് കൊടുക്കുന്നു, നോട്ട് ഈക്വൽ എന്ന് കൊടുക്കുന്നു. ഓക്കെ, നോട്ട് ഈക്വൽ ആണെങ്കിലോ, അപ്പോൾ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ദിസ് കണ്ടീഷൻ ഫോൾസ് എന്നുള്ളതാണ്. ഓക്കെ, ദിസ് കണ്ടീഷൻ ഫോൾസ്. കാരണം എന്താ, ഫോൾസ് ആണ്. ഇസ് ട്രൂ എന്നുള്ളത് നോട്ട് ഈക്വൽ ട്രൂ ആണോ, അല്ലല്ലോ, ഈക്വൽ ട്രൂ അല്ലേ, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ കണ്ടീഷൻ ട്രൂ എന്ന് എഴുതി.
അല്ലാത്ത കേസ് എൽസ് കേസിൽ എന്ത് ചെയ്യും, ദിസ് കണ്ടീഷൻ ഫോൾസ് എന്നുള്ളത് പ്രിൻ്റ് ആവും. ഈ കാര്യം നിങ്ങൾക്ക് ഇഫ് കണ്ടീഷൻ വെച്ച് ചെയ്യുന്ന എങ്ങനെയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ നിങ്ങൾക്ക് ടെർണറി ഓപ്പറേറ്റർ വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അത് ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെയാണ് ടെർണറിയിലും ഈ പോലെ ഇഫ് കണ്ടീഷൻ, അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം പ്രിൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ കാര്യം പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഈസ് ട്രൂ എന്നുള്ളത്, ഈസ് ട്രൂ എന്താണ്, ഈക്വൽ ട്രൂ ആണോ, ഈക്വൽ ട്രൂ ആണോ, ആണെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ആണെങ്കിൽ ട്രൂ ആണെങ്കിൽ എന്താണോ, അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ഇവിടെ ടെർണറി ഓപ്പറേറ്റർ, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കാണ്, നമ്മൾ എല്ലാം കണ്ടിട്ടുണ്ടാവും, പഠിക്കുന്ന ടൈമിലൊക്കെ ക്വസ്റ്റ്യൻ മാർക്കില്ലേ, അതേ മാർക്ക്, ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അതായത് ഇഫ് എന്നുള്ള മീനിങ് ആണ്. അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതിന് ശേഷം അവിടെ എഴുതി കൊടുക്കുക. ഞാനിവിടെ കൺസോൾ ഡോട്ട് ലോഗിൽ എന്ത് ചെയ്ത് കൊടുക്കുന്നു, ഡോട്ട് ലോഗിൽ നമ്മുടെ കണ്ടീഷൻ പ്രിൻ്റ് ചെയ്യണം. അതായത് ദിസ് കണ്ടീഷൻ ട്രൂ, കണ്ടീഷൻ ട്രൂ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ എൽസ് കേസിലോ, എൽസ് കേസിൽ നമ്മൾ ഫുൾ കോളം എന്നുള്ള ഒരു ഓപ്പറേറ്ററാണ്, ഫുൾ കോളം ഇട്ട് കൊടുത്താൽ മതി. ഫുൾ കോളം കൊടുത്തതിന് ശേഷം എൽസിൽ എന്താണോ വേണ്ടത് ആ എൽസിലത് ഇവിടെ കൊടുത്താൽ മതി. ഇപ്പം ഞാൻ കൺസോൾ ഡോട്ട് ലോഗിൽ എന്ത് ചെയ്യുന്നു, ഒരു ദിസ് കണ്ടീഷൻ ഫോൾസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഫോൾസ് എന്ന് കൊടുക്കുന്നു. ഇപ്പം എന്തായി, ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് അതേപോലത്തെ ഒരു മീൻസ് ഔട്ട്പുട്ടാണ് ഇവിടെ കിട്ടുന്നത്. അത് നമുക്ക് ആദ്യം അത് ചെക്ക് ചെയ്ത് തരാം. ഓക്കെ, സേവ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി പോയതിന് ശേഷം കണ്ടോ ദിസ് കണ്ടീഷൻ ട്രൂ. കാരണം എന്താ, ട്രൂ ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. എന്താ ഇവിടെ ചെക്ക് ചെയ്തത്, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഒന്നും കൂടി നോക്കിയാൽ മതി. ഇസ് ട്രൂ എന്നുള്ള ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ ഇസ് ട്രൂൻ്റെ വാല്യൂ ട്രൂ എന്നുള്ളതാണ്. ഓക്കെ, ബൂളിയൻ വാല്യൂ ആണ്. ബൂളിയൻ വാല്യൂ എന്താ നമ്മൾ പഠിച്ചതാണ്. ബൂളിയൻ വാല്യൂ എന്ന് വെച്ചാൽ നമുക്ക് ട്രൂ ഓർ ഫാൾസ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ, അതല്ലാത്ത വേറൊരു വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂല. പക്ഷേ ഇവിടെ ഡാറ്റ ടൈപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് ഡൈനാമിക് ടൈപ്പാണ്, സ്റ്റാറ്റിക് ടൈപ്പ് അല്ല എന്ന്. അത് അറിയാത്തവരുണ്ടെങ്കിൽ ആദ്യത്തെ പോയി വീഡിയോ അത് കാണാം, കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാം. ഓക്കെ, അപ്പോൾ ഇസ് ട്രൂ ആണ്, അപ്പോൾ ട്രൂ ആണ്. അപ്പോൾ ഇസ് ട്രൂ എന്നുള്ളത് ട്രൂ ആയിട്ട് മാറിയിട്ടുണ്ട്, ട്രൂ എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ ട്രൂ ഈക്വൽ ട്രൂ ആണോ, അതായത് ട്രൂ ഈ ഇസ് ട്രൂൻ്റെ വാല്യൂ ട്രൂ ആണോ ഈക്വൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തു. ട്രൂ ആണ് ആകുമ്പോൾ എന്ത് ചെയ്യും, കൺസോൾ ഡോട്ട് ലോഗിൽ എന്ത് ചെയ്യും, കണ്ടീഷൻ ട്രൂ എന്നുള്ള കൺസോൾ ഡോട്ട് ലോഗിൽ ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അല്ലെങ്കിൽ അതായത് ഇസ് ട്രൂ അല്ല കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് പ്രിൻ്റ് ചെയ്യണം, ഈ പറഞ്ഞ കണ്ടീഷൻ ഫോൾസ് എന്നുള്ളത്. അതിന് വേണ്ടി എന്ത് ചെയ്യണം, നമ്മളിവിടെ ഫോൾസ് ആക്കി കൊടുത്താൽ, അതായത് നോട്ട് ഈക്വൽ എന്നുള്ള ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചതാണ്. അതും കൂടി എന്ത് ചെയ്യുക, നമ്മൾ ബേസിക് കോഡിംഗ് ചാലഞ്ചിലുണ്ട്, അത് പോയി നിങ്ങൾ കാണാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, സേവ് ചെയ്തതിന് ശേഷം വീണ്ടും പോയി നോക്കുമ്പോൾ ദിസ് കണ്ടീഷൻ ഫോൾസ് വന്നു. കറക്റ്റ് അല്ലേ? കാരണം എന്താ, നോട്ട് ഈക്വൽ ട്രൂ ആണോ, അല്ലല്ലോ, ഈക്വൽ അല്ലേ, ട്രൂ അല്ലേ. അപ്പോൾ എന്താ, നോട്ട് ഈക്വൽ ആകുമ്പോൾ കൺസോൾ ഡോട്ട് ഫോൾസ് എന്നുള്ളത്. ഇതാണ് ടെർണറി ഓപ്പറേറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ലൈൻ എഴുതുന്നതിന് പകരം ഈ പറഞ്ഞ ഇത്രയും ചുരുക്കി നമുക്ക് ഒറ്റ ലൈനാക്കിയിട്ട് എന്ത് ചെയ്യാം, എഴുതാനും പറ്റും. ഇതാണ് ടെർണറി ഓപ്പറേറ്റർ ജാവാ സ്ക്രിപ്റ്റിൽ. ഇതൊരു ഫീച്ചറാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടെർണറി ഓപ്പറേറ്റർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇസ് ട്രൂ എന്നുള്ളത് നോട്ട് ഈക്വൽ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടതിന് ശേഷം എഴുതുന്നത് ട്രൂ ആണെങ്കിൽ, നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണോ പ്രിൻ്റ് ചെയ്യുന്നത് അതല്ല നേരെ ഫോൾസ് ആണെങ്കിൽ നമ്മൾ ഫുൾ കോളമിന് ശേഷം എഴുതുന്ന ഒരു സംഭവമാണ് എന്ത്, ഈ പറഞ്ഞ ടെർണറി ഓപ്പറേറ്റർ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, സംശയങ്ങൾ ചോദിക്കുക, അവിടെ നിങ്ങൾക്ക് പ്രോപ്പറായി എന്ത് ചെയ്യും, ഉത്തരം തരുന്നതാണ്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായി കാണാം. കീപ്പ് വാച്ചിങ്.